മുത്തശ്ശി. ഇടയ്ക്കിടയ്ക്ക് അച്ഛന്റെ ഓർമ്മകൾ വരുന്നതാ. ആ ചെല്ലേ, മോള് ചെന്ന് വൈകമോളെ എടുത്തോണ്ട് വാ. അവളെ ചീത്ത പറഞ്ഞ് ഓടിച്ചതിന് സങ്കടം സഹിക്കാൻ വയ്യാതെ ഇന്നിവിടെ സന്തോഷ പെരുമഴയായിരിക്കും. ആഹാ മോളെ വാ വാ, വൈകമോളെ, മോള് കുട്ടി, മോളിരിക്കെ. ആ മോളെ, ദേ ഇതെല്ലാം എന്റെ അമ്മ മഹേശ്വരി തങ്കച്ചി എനിക്ക് തന്നതാ പണ്ട്. ഇതെന്റെ മോൾക്കിരിക്കട്ടെ. ആ ആ ഇത് കുഞ്ഞായിരിക്കുമ്പോ ഞാൻ ജയരാമനിട്ട മാലേ. ഇതെന്റെ പൊന്നുമോക്കിരിക്കട്ടെ വൈകമോളെ. ആ ഇതെന്റെ മീനാക്ഷി കുട്ടിക്കുള്ളതാ. ആ എന്റെ മോക്ക് നന്നായിട്ട് ചേരും. ആദ്യമായി എന്നെ അമ്മയെന്ന് വിളിച്ചവന്റെ മോളാ നീ. എന്റെ മോൻ ജയറാം, അവൻ വെറും പാവമായിരുന്നു. മറ്റുള്ളവര് കരയുന്നത് കാണാൻ പറ്റാത്തവൻ, ആർക്കും എന്തും ദാനം ചെയ്യാൻ മടിക്കാത്തവൻ. അവൻ അമ്പലങ്ങളിൽ തൊഴുന്ന ഞാൻ കണ്ടിട്ടുണ്ട്. അവൻ പ്രാർത്ഥിക്കുന്നത് ഒരിക്കലും അവന് വേണ്ടിയായിരുന്നില്ല, മറ്റുള്ളവർക്ക് വേണ്ടിയായിരുന്നു. കരുണയുള്ള ഒരു ഹൃദയം എനിക്കുണ്ടാകണേന്ന് മാത്രമാ അവൻ പ്രാർത്ഥിച്ചിരുന്നത്. എന്റെ മോൻ പോയി. ഞാൻ വിളിച്ച എന്താ അമ്മ ഇത്? ഞാൻ ചോദിച്ചത് കേട്ടില്ലേ? അതും മോളെ, ഞാൻ അമ്മയുടെ അവസ്ഥ. എന്തവസ്ഥ? എന്തവസ്ഥയുടെ കാര്യം ദൈവമ്മ പറയുന്നേ? അമ്മ ഗർഭിണിയാണെന്ന് അറിഞ്ഞതിൽ ഏറ്റവും കൂടുതൽ സന്തോഷിക്കുന്ന ആളാ ഞാൻ. അതുകൊണ്ട് തന്നെ ദൈവമ്മയുടെ ഇത്തരം പ്രവൃത്തികള് എന്നെ വല്ലാതെ വേദനിപ്പിക്കും. എന്റെ അച്ഛന്റെ ചോരയാ ദൈവമ്മയുടെ വയറ്റിലുള്ളത് എന്ന് പറഞ്ഞ എന്റെ കൂടപ്പിറപ്പ്. അതിനെയാ ദൈവം ഇപ്പൊ ഇല്ലാതാക്കാൻ നോക്കുന്നത്. ഇത് ഞാൻ ക്ഷമിച്ചാലും അച്ഛന്റെ ആത്മാവ് അമ്മയോട് പൊറുക്കില്ല. ആദ്യമായിട്ടാണോ ഒരു സ്ത്രീ ഗർഭിണിയാവുന്നേ? ഞാൻ സ്വന്തം മകളല്ല. അച്ഛൻ നമ്മളെ വിട്ടു പോയി. എന്നും അച്ഛനെ ഓർക്കാനും അച്ഛന്റെ ഓർമ്മയിൽ ജീവിക്കാനും ഈശ്വരനായിട്ട് അമ്മ അനുഗ്രഹിച്ചതായിപ്പോ. അമ്മയുടെ വയറ്റിൽ വളരുന്ന അച്ഛന്റെ കുഞ്ഞ്, ആ ജീവനെ നഷ്ടപ്പെടുത്താനും മാത്രം ക്രൂരമായ മനസ്സാണോ എന്റെ ദൈവമ്മയ്ക്ക്? അമ്മയ്ക്ക് വേണ്ടെങ്കിൽ വേണ്ട, പ്രസവിച്ച് ഇങ്ങ് തന്നേക്ക്. ഞാൻ വളർത്തിക്കോളാം അതിനെ. അല്ലാതെ ഇതുപോലുള്ള ഓരോന്ന് ചെയ്ത് ബാക്കിയുള്ളവരെ കൂടി തകർക്കരുത്. അമ്മ അങ്ങനെയൊന്നും കരുതിയില്ല മോളെ. ഈ കാര്യം ഇവിടെ ആരംഗീകരിക്കും? എല്ലാവരും എന്നെ കുറ്റപ്പെടുത്തുകയുള്ളൂ, പിന്നെ പരിഹാസവും.
കാലത്തോളം ഞാൻ അത് സഹിച്ച് ജീവിക്കണം? നീ പറ. എന്നെ മാത്രമല്ല, എന്റെ വയറ്റിലുള്ള ഈ കുഞ്ഞിനെയും ഇവിടെ ആരെങ്കിലും അംഗീകരിക്കോ? പിന്നീട് ഉണ്ടാവുന്ന വലിയ പ്രശ്നങ്ങൾ ഒഴിവാക്കാനാ ദൈവം ഇത് ചെയ്യാൻ തീരുമാനിച്ചത്. ഇല്ല, കാർത്തിക്കിനിപ്പോ കുഴപ്പമൊന്നുമില്ല. ഹോസ്പിറ്റലിൽ ഹോം നേഴ്സ് നിർത്തിയിരിക്കുക. ആ അതെ പോകുന്നുണ്ട്. ആ അതെ, ആ എന്തെങ്കിലും ഉണ്ടോ ഒരു വിവരം അറിയിക്കും. കുഴപ്പമില്ല, ഇപ്പൊ ആ ചെകുത്താൻ ഭാവമില്ല. എന്തെങ്കിലും പറയണമെങ്കിൽ ഇപ്പൊ പറയണം. ആ ശരി എന്നാ ഓക്കെ. ഞാനൊരു കാര്യം പറഞ്ഞാലേ ജഗദീശേട്ടൻ ദേഷ്യപ്പെടോ? അതിപ്പോ നീ പറയുന്ന കാര്യം എന്താണോ അതിന്റെ മൂഡ് പോലിരിക്കും. അതെ,